അസ്സലാമു അലൈക്കും. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് റോഷൻ ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് വന്നത്. ഫർഹാൻ കോളിംഗ് എന്ന ഡിസ്പ്ലേയിൽ കണ്ടതും ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഫർഹാൻ. നിറഞ്ഞ സന്തോഷം അവൻ്റെ ശബ്ദത്തിലുണ്ടായിരുന്നു. ഞാൻ വിളിച്ചത് എന്താണെന്ന് അറിയാലോ? അറിയാം. സേറയുടെ മറുപടി എന്താവെന്ന് എനിക്കറിയാം. അവൾക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല റോഷൻ. ഫർഹാൻ പതിഞ്ഞ ശബ്ദത്തിലാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലാവും അവളെ. നിങ്ങൾ അവളെ നിർബന്ധിക്കരുത് കേട്ടോ. ഏയ് ഇല്ല, നിർബന്ധിക്കില്ല. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് മുൻപോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അങ്ങനെ മോരെ? ആ, അത് മതി. ശരിയടാ, ഞാൻ വിളിക്കാം. മറുപുറത്തെ കോൾ കട്ടായതും റോഷൻ ഫോണുമായി ബാൽക്കണിയിലിരുന്നു. സേറയുടെ തണുത്ത വിരലുകൾ അവന് ഓർമ്മ വന്നു. അവളുടെ കൈത്തലം അമർന്ന കൈയിലേക്ക് നോക്കിയിരുന്നു. അവളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അവൾ മദീനുള്ള കാലം പാതിയായി എന്ന് തീരുമാനിച്ചു. അതൊരിക്കലും അവളെ നിർബന്ധിച്ചു കൊണ്ടാവരുത്. കണ്ണുകൾ അടച്ച് ചെയറിലേക്ക് ചാരിക്കിടന്നു. മെലിഞ്ഞ കൈവിരലുകൾ കൂട്ടിത്തിരുമുന്ന സേറയുടെ മുഖം കൺമുന്നിൽ നിറഞ്ഞു നിന്നു. ദിവസങ്ങൾ കടന്നുപോയി. സേറയുടെ വിവാഹക്കാര്യം പിന്നീട് ഫർഹാൻ ചോദിച്ചതേയില്ല. സേറയാകട്ടെ സ്കൂളും എക്സാമുമൊക്കെയായി തിരക്കായി. അവസാന പരീക്ഷയാണ് ഇന്ന് സ്കൂൾ അടച്ചാൽ 10 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ തുറക്കൂ. ഓണാവധിയാണ്. സേറ എക്സാം കഴിഞ്ഞതും പോകാനായി ഇറങ്ങി. പതിവ് പോലെ പാർക്കിങ്ങിൽ നിന്ന് ആക്റ്റീവ് എടുക്കുമ്പോഴാണ് പിറകിൽ നിന്ന് മിസ് എന്നൊരു വിളി കേൾക്കുന്നത്. പിന്തിരിഞ്ഞു നോക്കി. ഹൃതികയും ഗൗതമും അവൾക്കരികിലേക്ക് വരുന്നത് കണ്ടതും വണ്ടിയിൽ നിന്നിറങ്ങി അവർക്ക് അഭിമുഖമായി നിന്നു. ഹൃതിക സേറക്കരികിൽ എത്തിയതും അവളുടെ കൈ പിടിച്ചു. എന്ത് പറ്റി ഹൃദു? കൃതിക എന്തോ പ്രശ്നമുണ്ടായതിൽ ആണ് അടുത്തേക്ക് വന്നത് എന്നാണ് സേറയുടെ വിചാരം. പൊതുവെ ശാന്ത സ്വഭാവക്കാരിയായ അവൾ ക്ലാസ്സിലെ ടോപ്പറും ആണ്. അതുകൊണ്ട് തന്നെ അവളോട് എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. ഓണം വരികയല്ലേ മിസ്സേ? മിസ്സിനെ ഓണത്തിന് ക്ഷണിക്കാനാ. സന്തോഷം ഹൃദു. ഓണാശംസകൾ. കുറച്ച് തിരക്കുകൾ വേറെയുണ്ട്, അത് ഞാൻ വരില്ല കേട്ടോ. ഹൃദുവിൻ്റെ മുഖം മങ്ങി. ഒപ്പം ഗൗതമിൻ്റെയും. ശരി മിസ്, ഞാൻ പോയിക്കോട്ടെ. നിരാശയോടെയുള്ള അവളുടെ ശബ്ദം കേട്ടതും സേറയ്ക്ക് മനസ്സിലായി അവൾക്ക് വിഷമമായെന്ന്. സേറ അവളെ ചേർത്ത് പിടിച്ചു. മുഖം താഴ്ത്തി നിൽക്കുന്ന അവളുടെ മുഖം പിടിച്ചുയർത്തി. ഹൃദു. അവൾ നിറഞ്ഞു വന്ന മഴകളോടെ സേറയെ നോക്കി. 13 വയസ്സുകാരിയുടെ നിഷ്കളങ്കത്വം അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു. കുട്ടി ക്ഷണിച്ചിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞതിനാണോ നിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞത്? മൗനമായിരുന്നു അവളുടെ മറുപടി. കുറച്ച് തിരക്കുകൾ ഉള്ളത് കൊണ്ടാണ് മോളെ. ഏയ്, അത് സാരില്ല മിസ്സേ. ഗൗതം ഇടപെട്ടു. പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞുകൊണ്ട് ഹൃദുവിനെ ചേർത്ത് പിടിച്ചു അയാൾ. ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞ് ഹൃദുവിനെ കാറിലേക്കിരുത്തി സേറക്കരിയിലേക്ക് അയാൾ വന്നു. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. മിസ്സിന് ബുദ്ധിമുട്ടാവുമോ? ഇല്ല, പറഞ്ഞോളൂ. സേറ അങ്ങനെ വിളിച്ചോളൂ. ഹൃദുവിനെ കുറച്ച് നാളായി നല്ല സുഖമല്ല. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവളുടെ കുറച്ച് ഫ്രണ്ട്സിനെയും അവൾക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സിനെയും വീട്ടിലേക്ക് ഓണത്തിന് ക്ഷണിച്ചതാണ്. അവൾക്കൊരു സന്തോഷത്തിന്. എന്തു പറ്റി ഹൃദുവിനെ? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ആർക്കും അറിയില്ല. എനിക്കും അമ്മയ്ക്കും പിന്നെ അവളുടെ ഡോക്ടർ സാമിനും ദാ ഇപ്പോൾ മുതൽ നിങ്ങൾക്കും. എന്താ അവൾക്ക്? സേറ തിരക്കി. ഇടയ്ക്ക് കണ്ണുകൾ കാറിൽ അടച്ചിരിക്കുന്ന ഹൃദുവിലേക്കും പാറി വീഴുന്നുണ്ട്. ഹൃദു ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട്? അതെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് അവളോട് സംസാരിച്ചതിൽ നിന്നും അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. അവൾ ഇപ്പോൾ ഓക്കെയാണ്, മരുന്ന് കഴിക്കുന്നുണ്ട്. അവളുടെ അമ്മ പോയതിൽ പിന്നെ ആണ് മോളാകെ തകർന്നു പോയത്. ഒരു 12 വയസ്സുകാരിക്ക് താങ്ങാവുന്നതിലും വലിയ വേദനയായിരുന്നു അത് മോൾക്ക് നൽകിയത്. ഹോ, സോറി ട്ടോ, ഞാൻ അറിഞ്ഞില്ല. അതിൻ്റെ ആവശ്യമില്ല മാം. ആശ ഹൃദുവിൻ്റെ അമ്മ അവൾക്ക് ഇഷ്ടമുള്ള ആടിൻ്റെ കൂടെ പോയതാണ്, അല്ലാതെ മരിച്ചു പോയതല്ല. സേറ മറുപടിയൊന്നും പറയാതെ കാറിലേക്ക് നോക്കി. ചുറ്റും നടക്കുന്നത് ഒന്നും കാണാൻ താല്പര്യമില്ലാത്തതുപോലെ കണ്ണടച്ച് കിടക്കുന്ന ഹൃദുവിൽ അവളുടെ നോട്ടം തറഞ്ഞു നിന്നു. ക്ലാസ്സിൽ ശാന്തമായി ഇരിക്കുന്ന കുട്ടി എന്ന രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലാതെ വലിയൊരു വിഷമം ഉള്ളിൽ ചുമന്ന് നടക്കുന്ന പോലെ തോന്നിയിട്ടേയില്ല. സേറയുടെ കാലുകൾ അവൾക്ക് നേരെ ചലിച്ചു. ഗൗതം കാര്യം മനസ്സിലാവാതെ സേറയെ നോക്കി. ഹൃദുവിൻ്റെ ഭാഗത്തുള്ള ഡോർ തുറന്ന് സേറ അവളുടെ ചുമലിൽ പിടിച്ചു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും ഹൃദു കണ്ണു തുറന്നിരുന്നു. ചുമലിൽ പിടിച്ചുകൊണ്ട് മിസ് അപ്പുറത്ത് നിൽപ്പുണ്ട്. ഈ ഓണത്തിന് നമ്മൾ ഒന്നിച്ചാട്ടോ. ഞാൻ വരാം. ഹൃദുവിന് കേട്ടത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കുറച്ചു മുമ്പ് വരില്ല എന്ന് പറഞ്ഞയാളാണ്.
അവൾ അച്ചയൊന്ന് നോക്കിയും അച്ചയും ആകെ അത്ഭുതപ്പെട്ടു നിൽക്കുന്നുണ്ട്. അവളെ ചേർത്ത് പിടിച്ച് തലയിൽ തഴുകി. ഒന്നും മിണ്ടാതെ സേറ തിരിഞ്ഞു നടന്നു. കണ്ണു നിറഞ്ഞത് കൈകൊണ്ട് തട്ടിക്കളഞ്ഞു. ഗൗതമിനെ നോക്കി വരണ്ടൊരു പുഞ്ചിരി കൊടുത്ത് അവൾ ആക്റ്റീവിലേക്ക് കയറി. മിസ്, ഗൗതം വിളിച്ചതും അവൾ കണ്ണു തിടച്ച് തിരിഞ്ഞു നോക്കി. ഹൃദുവിനെ എനിക്ക് മനസ്സിലാവും. മറ്റേരെക്കാളും ഞാനും ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോയതാണ്. ഈ ഓണം ഞാൻ ഹൃദുവിനോടൊപ്പം കൂടാൻ തീരുമാനിച്ചു. അയാളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ വണ്ടിയെടുത്തു. ഗൗതം സന്തോഷത്തോടെ ഹൃദുവിനെ നോക്കി. അവളും നിറഞ്ഞ സന്തോഷത്തിൽ അച്ചിയെ നോക്കി ഇരിപ്പുണ്ട്. അയാൾ കാറിലേക്ക് കയറി. ഇരുവരും ഒന്നും സംസാരിച്ചില്ല. ഹൃദു അമ്മയെ ഓർത്തു. അതേസമയം തന്നെ ഗൗതമും ആശയെ ഓർത്തു. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു എന്നാണ് കരുതിയത്. പെട്ടെന്നൊരു ദിവസം അമ്മ പോയപ്പോൾ ആകെ ഒരു ശൂന്യതയായിരുന്നു. പിന്നീട് പലരും കേൾക്കുകയും കേൾക്കാതെയും ഒക്കെ അമ്മയുടെ പേര് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട്. അമ്മയോട് അപ്പോഴും ദേഷ്യം തോന്നിയിട്ടില്ല, ഇപ്പോഴുമില്ല. പക്ഷെ അമ്മയെ ഇഷ്ടമില്ല. ഓർമ്മകളിൽ പോലും അമ്മ വരരുത് എന്നാണ് ആഗ്രഹം. എന്നാലും ഓർമ്മകളെല്ലാം ചെന്നവസാനിക്കുന്നത് അമ്മയിലാവും. തല വേദനിക്കുന്നത് പൊട്ടിപ്പൊടിയുന്നത് പോലെ വേദനിക്കും. ഐ ഹേറ്റ് യു അമ്മ, ഹൃദു പിറുപിറുത്തു. ഗൗതം ആശയെ ആദ്യമായി കണ്ട ദിവസത്തിലേക്ക് യാത്ര ചെയ്തിരുന്നു. ഈ നിമിഷം കൊണ്ട് ഒരു ജന്മം മുഴുവനും വേദനിപ്പിക്കാനുള്ള ഓർമ്മകൾ തന്നെ അവളെ എങ്ങനെ എപ്പോഴും ഓർക്കാൻ സാധിക്കുന്നു എന്നയാൾ അത്ഭുതപ്പെടാറുണ്ട്. വേദനകളുടെ 13 വർഷങ്ങൾ. കുഞ്ഞുണ്ടായാൽ ശരിയാകുമെന്ന് കരുതി. പക്ഷേ ആ പ്രതീക്ഷയും തകർന്നുപോയി. കൗമാരക്കാരിയായ മകളെ ഉപേക്ഷിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയി. പിന്നീട് ഡൈവേഴ്സ് ആവശ്യപ്പെട്ടു, കൊടുത്തു. അവളുടെ സന്തോഷം അതാണെങ്കിൽ അവൾ അങ്ങനെ സന്തോഷിക്കട്ടെ എന്ന് കരുതി. പക്ഷേ തകർന്നു പോയത് എൻ്റെ ഹൃദുവിൻ്റെ മനസ്സായിരുന്നു. തളർന്നു പോയത് അപ്പോഴാണ്. പിന്നീട് അവൾക്ക് വേണ്ടിയാണ് ജീവിക്കണമെന്ന് തോന്നിയത്. ഗൗതമിൻ്റെ കണ്ണിൽ സാരിയെടുത്ത് മെലിഞ്ഞു വെളുത്ത കയ്യിൽ ചായ നിറച്ച ട്രേയുമായി പതിയെ കാലറടി നടന്നു വരുന്ന ആശയുടെ മുഖം നിറഞ്ഞു വന്നു. ആ ദിവസവും അച്ഛനും അമ്മയും ചേർന്നാണ് ആശയെ കാണാൻ പോയത്. ആകെ ടെൻഷൻ ആദ്യത്തെ പെണ്ണുകാണലാണ്. കൂടെ അച്ഛനും അമ്മയും. ഒറ്റ മകനായതിനാൽ എല്ലാത്തിനും അവർ രണ്ടുപേരും മുൻപിൽ ഇറങ്ങും, കൂടെ നിൽക്കും. ആശ ചായക്കപ്പ് അച്ഛനും അമ്മയ്ക്കും നൽകിയ ശേഷം ഗൗതമിനെ നേരെ നീട്ടി. അവൻ അവളെ മുഖം ഉയർത്തിയൊന്ന് നോക്കി. കുഞ്ഞു പെൺകുട്ടിയെപ്പോലുള്ള മുഖവും നുണക്കുഴിയും പീലി നിറഞ്ഞ കണ്ണുകളും ചുവന്ന മുക്കുത്തിയും ആകെക്കൂടൊരു ഭംഗിയുണ്ട്. അവളുടെ നോട്ടം അവൻ്റെ മുഖത്തായതും ഗൗതം അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ ഭാവഭേദമില്ലാതെ അവളുടെ അമ്മ എന്ന് തോന്നിക്കുന്ന സ്ത്രീയുടെ അരികിലേക്ക് പോയി നിന്നു. ആശ എന്നാണ് പേരെന്നും ഡിഗ്രി കഴിഞ്ഞെന്നും അച്ഛൻ ചോദിച്ചപ്പോൾ തറയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. മക്കൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഗൗതമിൻ്റെ അച്ഛൻ കൃഷ്ണരാജ് പറഞ്ഞു. അതെന്താ, ആവാലോ. ആശയുടെ അച്ഛൻ ജയൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും അയാളുടെ മുഖത്ത് അത്ര തെളിച്ചമില്ല. അവളുടെ അമ്മയോട് കണ്ണ് കാണിക്കുന്നത് ഗൗതം കണ്ടു. ആശ അകത്തേക്ക് നടന്നു, പിറകെ അമ്മയും. ഗൗതം എന്ത് ചെയ്യണമെന്നറിയാതെ അച്ഛനെയും അമ്മയെയും നോക്കി. അവർ ആശയുടെ അച്ഛനെയും നോക്കി. ഗൗതം ചെന്നോളൂ, നേരെ പോയാൽ മതി, അവളുടെ അച്ഛൻ പറഞ്ഞു. ഗൗതം എഴുന്നേറ്റ് അകത്തേക്ക് ചെന്നു. നേരെ ചെല്ലുന്നത് ഒരു ഹാൾ പോലെയുള്ള മുറിയിലേക്കാണ്. ഒരു ഭാഗത്ത് ഭക്ഷണമുറിയുമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് മുകളിലേക്കുള്ള കോണിപ്പടികളാണ്. മറുവശത്തൊരു വാതിലുണ്ട്. അതിനരികിൽ ആശയുടെ അമ്മ നിൽപ്പുണ്ട്. വേറെയും 1-2 സ്ത്രീകളും. ഗൗതമിനെ കണ്ടതും ആ സ്ത്രീകൾ ഉൾവലിഞ്ഞു. അമ്മ അവന് റൂം കാണിച്ചു കൊടുത്ത ശേഷം വാതിൽക്കൽ തന്നെ മറഞ്ഞു. ആശ കട്ടിലിൻ്റെ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. എന്തു പറയണമെന്നറിയില്ല. ആദ്യത്തെ പെണ്ണുകാണലാണ്. തൊണ്ട വളരുന്ന പോലെയുണ്ട്. ധൈര്യം സംഭരിച്ച് അവൻ സംസാരിക്കാൻ തുടങ്ങി. ആശയ്ക്ക് എന്നെ ഇഷ്ടമായോ? അങ്ങനെയാണ് അവനെ ചോദിക്കാൻ തോന്നിയത്. മൗനമായിരുന്നു മറുപടി. നാണം കൊണ്ടാവുമെന്ന് കരുതി അവൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി. എനിക്ക് ആശയെ ഇഷ്ടമായിട്ടോ. ഞാനൊരു ആർക്കിടെക്റ്റാണ്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ആശയുടെ തീരുമാനം അച്ഛനെ അറിയിച്ചോളൂ. അതിനും ആശ ഒന്നും പറഞ്ഞില്ല. ഒരു നിമിഷം അവൾ മറുപടി പറയുമോ എന്ന് കാത്തിരുന്ന ശേഷം അവൻ ഇറങ്ങിപ്പോയി. വാതിലിന് മുമ്പിൽ ആശയുടെ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അവൾക്കരികിലേക്ക് അവർ ചെന്നു. അവളുടെ ചുമലിൽ പിടിച്ചു. കണ്ണു നിറഞ്ഞൊഴുകി നിസ്സഹായായി അവൾ അമ്മയെ നോക്കി. അവിടെ അലിവിൻ്റെ കണിക പോലുമില്ല. എനിക്ക് വയ്യമ്മേ. മിണ്ടരുന്നേ. കണ്ണും മുഖവും തുടച്ച് മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ, ഇല്ലെങ്കിൽ അറിയാലോ. അവർ ഇറങ്ങിപ്പോയതും ആശ താരിത്തലപ്പ് കൊണ്ട് മുഖം അമർത്തി തുടച്ച് അമ്മയ്ക്ക് പിറകെ ഇറങ്ങി. അച്ഛനും അമ്മയുമായി ഗൗതം ഇറങ്ങി തുടങ്ങിയിരുന്നു. അമ്മയോടൊപ്പം ആശയും അവരെ യാത്രയാക്കാൻ വന്നു. മോളെ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടോ. എൻ്റെ മോളായി പെട്ടെന്ന് വരണം. ആശയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഗൗതമിൻ്റെ അമ്മ പറഞ്ഞു.
അവൾ നിസ്സഹായതയോടെ അച്ഛനെയും അമ്മയെയും നോക്കി. അവരത് കാണാത്തതുപോലെ നിന്നു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. 2 ആഴ്ചക്കുള്ളിൽ വിവാഹം നടത്താമെന്ന് ആശയുടെ വീട്ടുകാർ നിർബന്ധം പറഞ്ഞു. കാരണം പറഞ്ഞത് ആശയുടെ അമ്മൂമ്മ പ്രായാധിക്യം കൊണ്ട് അസുഖമായി കിടക്കുകയാണ്. അവരുടെ ആഗ്രഹമാണ് ആശയുടെ വിവാഹം എന്നായിരുന്നു. പെട്ടെന്നുള്ള വിവാഹത്തിന് ഗൗതമിൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു. പ്രായമായ ആളുടെ ആഗ്രഹമില്ലേ എന്ന് കരുതി അവർ സമ്മതിച്ചു. ഇരുവർക്കും പരസ്പരം മനസ്സ് തുറക്കാനോ സംസാരിക്കാനോ അടുക്കാനോ ഈ 2 ആഴ്ചക്കാലം കൊണ്ട് സാധിച്ചതില്ല. വിവാഹത്തിൻ്റെ തിരുക്കളിലായിരുന്നു ഗൗതം. വിവാഹശേഷം എല്ലാം അറിയാനും അടുക്കാനും പങ്കുവെക്കാനും സാധിക്കുമെന്നായിരുന്നു ഗൗതമിൻ്റെ കണക്കുകൂട്ടൽ. ആർഭാടത്തോടെ വിവാഹം നടന്നു. ആശ ഗൗതമിന് ഭാര്യയായി പാരിജാതം വന്ന അവൻ്റെ വീട്ടിലേക്ക് അവൾ വധുവായി വന്നു കയറി. ഗൗതമിൻ്റെ അമ്മ അവൾക്ക് വിളക്ക് നൽകി സ്വീകരിച്ചു. വൈകുന്നേരത്തോടെ എല്ലാവരും പോയി. ആശയും ഗൗതമും അച്ഛനും അമ്മയും മാത്രമായി ആ വീട് ചുരുങ്ങി. ആശയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമായിരുന്നില്ലായിരുന്നു. ഗൗതമിൻ്റെ അമ്മ പ്രഭ അവളെ കുളിച്ച് ഡ്രസ്സ് മാറ്റാനായി മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. ഒറ്റ നിലയിൽ പണി കഴിപ്പിച്ച വീടായിരുന്നു അത്. മുറിയിൽ കയറി ആവശ്യമുള്ള ഡ്രസ്സ് എടുത്ത ശേഷം അവൾ ബാത്റൂമിലേക്ക് കയറി. ഷവറിന് കീഴെ ഒഴുകിപ്പരുന്നത് വെള്ളം മാത്രമായിരുന്നില്ല, അവളുടെ കണ്ണീര് കൂടിയായിരുന്നു. ഏറെ നേരം എടുത്താണ് അവൾ തല തോർത്തി കഴിഞ്ഞത്. തല നന്നായി തോർത്തി കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്നു. പഴയ ആശ ആയിരുന്നില്ല. കണ്ണുകളിൽ കുഴിഞ്ഞ് കറുപ്പ് പടർന്നിട്ടുണ്ട്. താലി കെട്ടുന്ന സമയത്ത് ഗൗതം ചാർത്തിയ സിന്ദൂരത്തിൻ്റെ ചുവപ്പ് ഇപ്പോഴും മുടിയിലും നെറ്റിയിലും പടർന്നിട്ടുണ്ട്. ഇത് കണ്ടതും ഒരു ഉന്മാദിയെപ്പോലെ അവൾ കൈകൾ തുടച്ചുകൊണ്ടേയിരുന്നു. ഡോർ തുറന്ന് ഗൗതം വന്നതും അവൾ മുഖം വെട്ടിച്ചുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. ഗൗതം അവളെ നോക്കിയെങ്കിലും അവൾ കാണാത്തതുപോലെ താഴേക്ക് നോക്കിയിരുന്നു. അവൻ അവൾക്കരികിൽ വന്നിരുന്നു. ആശ അനിഷ്ടത്തോടെ മാറിയിരുന്നു. നാണം കൊണ്ടാവുമെന്ന് കരുതി അവൻ എഴുന്നേറ്റ് ഫ്രഷാകാനായി ബാത്റൂമിലേക്ക് പോയി. ആശ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു. ഗൗതം അടുത്ത് വന്നിരുന്നതും അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. കണ്ണു തുടച്ച് എഴുന്നേറ്റ് അമ്മക്കരികിൽ പോയി. മുഖം ചുവന്ന് തീക്കനൽ പോലെയായിരുന്നു. അടുക്കളയിൽ ഭക്ഷണം എടുത്തു വെക്കുകയായിരുന്നു ഗൗതമിൻ്റെ അമ്മ രാജലക്ഷ്മി. ആശയെ കണ്ടതും അവർ പുഞ്ചിരിച്ചു. എന്താ മോളെ മുഖയ്ക്ക് വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല അമ്മേ. അവരുടെ സ്നേഹം നിറഞ്ഞ ചോദ്യം കേട്ടതും നെഞ്ചിലൊരു ആശ്വാസം വന്ന് നിറഞ്ഞത് ആശ അറിഞ്ഞു. വീട്ടിലുള്ളവരൊക്കെ ഓർത്താണോ? ഒന്നും വേണ്ട കേട്ടോ, ഇത് മോളുടെ വീട് തന്നെ. ഞങ്ങളുടെ മോളുടെ അച്ഛനും അമ്മയൊക്കെ ആണ്. ഞങ്ങൾക്ക് അവനല്ലേ ഉള്ളൂ. ഇന്നു മുതൽ മോളും. ആശ ഒന്നും മിണ്ടാതെ അവർക്കരിയിൽ തന്നെ നിന്നു. രാജലക്ഷ്മി ആവട്ടെ ഭക്ഷണം ചൂടാക്കി ടേബിളിലേക്ക് കൊണ്ടുവച്ചു. ആശയും സഹായിച്ചു. മോൾ പോയി അവനെ വിളിച്ചിട്ട് വാ. ഇഷ്ടപ്പെടാത്തത് എന്തോ കേട്ടതുപോലെ അവൾ വിളറി വെളുത്തു. രാജലക്ഷ്മി പക്ഷെ അവളെ ശ്രദ്ധിച്ചിരുന്നില്ല. ഗൗതമിനെ വിളിക്കാനായി അവൾ മുറിയിലേക്ക് നടന്നു. സാരിയിൽ കൈ തിരുകി പിടിച്ച് അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ഗൗതം കുളി കഴിഞ്ഞ് ഇറങ്ങി കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് തല തുവർത്തുന്ന സമയത്താണ് ആശ കയറി വന്നത്. അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട്. പതിയെ അത് പറഞ്ഞ് അവൾ പുറത്തേക്ക് നടന്നു. അവൾ പോലും പ്രതീക്ഷിക്കാതെ ഗൗതം അവളെ പിറകിൽ നിന്ന് ചേർത്ത് പിടിച്ചു. അവൾ അവനിൽ നിന്ന് കുതറി മാറി അവൻ്റെ കൈ ബലമായി എടുത്ത ശേഷം തീക്ഷ്ണമായൊരു നോട്ടം നോക്കി അവൾ പുറത്തേക്ക് നടന്നു. അവളുടെ നോട്ടം കണ്ടതും അവളെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാൻ തോന്നി. നോക്കി കൊല്ലുമല്ലോ പെണ്ണ്. ഒരു മൂളിപ്പാട്ട് മൂളിക്കൊണ്ട് അവൻ മുടി ചീകി ടീഷർട്ട് ധരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി. അമ്മയ്ക്കും അച്ഛനും ഗൗതമിനും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു. പാത്രങ്ങൾ കഴുകി വെക്കാൻ നോക്കിയ അവളെ അമ്മ ഒന്നിനും സമ്മതിച്ചില്ല. കയ്യിലൊരു ഗ്ലാസ് പാലെടുത്തു കൊടുത്തു. ആകെ വിളറിക്കൊണ്ട് അവൾ അമ്മയെ നോക്കി. സന്തോഷം നിറഞ്ഞ മുഖത്തോടെ അവളെ നോക്കി നിൽക്കുകയാണ് അവർ. വേറെ ആരുമില്ലല്ലോ മോളെ, അതാ ഞാൻ എടുത്തു തന്നത്. ഇനി മുതൽ മോള് വേണം അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്തു കൊടുക്കാൻ കേട്ടോ. ഞങ്ങളെ എത്ര കാലത്തെ വിവാഹ സ്വപ്നമാണെന്നറിയോ. മോള് കൂടി വന്നപ്പോൾ സന്തോഷമായി. മോള് പോയിക്കോ. ആശ നിസ്സഹായതയോടെ അവരെ നോക്കി. പക്ഷേ അവർക്കത് മനസ്സിലായില്ല. മകൻ്റെ ജീവിതം മാത്രമേ അവൾക്ക് മുന്നിൽ തെളിഞ്ഞുള്ളൂ. ആശ മുറിയിലേക്ക് നടന്നു. ഡോർ തുറന്നതും ഗൗതം മുറിയിലുണ്ടായിരുന്നില്ല. ആശ്വാസത്തോടെ പാൽ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച് തിരിയുമ്പോഴും ഗൗതം മുറിയിലേക്ക് വന്നിരുന്നു. ആശ പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് കയറി. അധിക സമയം ബാത്റൂമിൽ നിൽക്കാൻ കഴിയില്ലെന്നറിഞ്ഞ അവൾ മുഖം നന്നായി കഴുകി പുറത്തേക്കിറങ്ങി. അവളെ കാത്തുന്ന പോലെ ഗൗതം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിൽ ആദ്യരാത്രിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ആശയെ കണ്ടതും ഗൗതം ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. അവളാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഗൗതമിൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല.
അവൻ എഴുന്നേറ്റ് അവൾക്കരിയിൽ വന്നു. ചുമലിൽ പിടിച്ച് ബെഡിലേക്കിരുത്താനായിരുന്നു അവൻ കരുതിയത്. പക്ഷെ അവൾ കൈതട്ടി അവനെ സൂക്ഷിച്ചു നോക്കി. ആശ, നീ എന്താ ഇങ്ങനെ? ഇരിക്ക്. ബെഡിലേക്കിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു. അവൾ ഇരിക്കാതെ അവിടെ തന്നെ ഇരുന്നു. എന്നെ പേടിയാണ് ആശയ്ക്ക്. മൗനമായിരുന്നു മറുപടി. ഇന്നു മുതലേ നമ്മൾ ജീവിച്ചു തുടങ്ങാണ് ആശേ. ഇതാണ് ആശൻ്റെ വീട്. അച്ഛനും അമ്മയും നമ്മുടേതാണ്. ആശയ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം. എന്നോടോ അമ്മയോടോ. കുറച്ച് ദിവസം ആശയ്ക്ക് ബുദ്ധിമുട്ടാകുമെന്നറിയാം. രണ്ടുപേരും വ്യത്യസ്തമായ ചുറ്റുപാടിൽ നിന്ന് വരുന്നവരാണ്. രണ്ടുപേർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ആശ എന്നെ തിരുത്തണം എനിക്ക് തെറ്റ് വന്നാൽ. അപ്പോഴും ആശ മൗനം പാലിച്ചു. ഗൗതം എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് ചെന്നു. അവൾ പിന്നോക്കം ചുവട് വെച്ചുകൊണ്ടവനെ തടഞ്ഞു. അടുത്ത് വലുത്. ആശേ. നേരത്തെ പോലൊരു ശബ്ദമാണ് ഗൗതമിൽ നിന്നും വന്നത്. എന്താണെന്നറിയാതെ അവൻ ആകെ പരിഭ്രമിച്ചു. എൻ്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ആശ നിന്നു കിതച്ചു. കൈ ഇപ്പോഴും അവനെ തടഞ്ഞു പിടിച്ചതുപോലെ തന്നെയാണ്. ആശേ, നീ എന്തൊക്കെയാ പറയുന്നത്? ഇന്ന് നമ്മളെ വിവാഹമല്ലേ? നല്ല ബോധത്തിലാണ് പറഞ്ഞത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഞാൻ ഇഷ്ടപ്പെട്ടതും കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചതും എൻ്റെ ഹരിയുടെ കൂടെയാണ്. എന്നെ നിങ്ങളുടെ മേൽ കെട്ടിവെച്ചതാണ് എൻ്റെ അച്ഛൻ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എനിക്ക് കാണണ്ട നിങ്ങളെ. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.